നമുക്കെന്നേ ഇന്നത്തെ പരിപാടി നമ്മുടെ ഈ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കില് കുറെ മീനുണ്ട്. നമ്മള് 2 വർഷം മുന്നേ കിട്ട മീനാ, അതിനൊക്കെ പിടിക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. എന്റെ പനിയുണ്ട്, എന്റെ ഭാര്യ ഉണ്ട്, വൈഫ് ഉണ്ട്. ഇതില് തിലോപ്പി ഉണ്ട്. ഇതില് തിലോപ്പി ഉണ്ട്, പിന്നെ ജെയിൻ ഗൗരാമി ഉണ്ട് ഒരു 5-6 പിന്നെ ബ്രാലിനിട്ടുണ്ട്. അങ്ങനെ ബാക്കി പിന്നെ എന്തൊക്കെ മീനെ പിടിച്ചെന്ന് നോക്കിയിട്ട് തന്നെ പറയണം. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ അടിയിൽ ഇങ്ങനെ സബ് ടൈറ്റിൽ എഴുതാം. ഓക്കെ, ഇപ്പൊ ടാങ്ക് വെറ്റിക്കാൻ പോവാ. ടാങ്കില് ഫുള്ള് ചെളിയാ. അപ്പൊ ആദ്യം അപ്പുറത്തേക്ക് ഇടണം. ഓക്കെ, നമ്മള് സൈഫൺ പൈപ്പില് വെള്ളം നിറച്ച് പുറത്തേക്ക് ഇടാം. വെള്ളം നമുക്ക് കുറെ കുറഞ്ഞിടാം, പിടിക്കാൻ എളുപ്പമാവും. ഓക്കെ, ഇത് പൊട്ടി പിടിക്കും. അയ്യോ, അവിടെ മീൻ കിട്ടാ, മീൻ ചാടിച്ചോട്ടും. ഓക്കെ, ഇത് വഴുക്കുന്നുണ്ട് അടിഭാഗം. വഴുക്കുന്നുണ്ടെങ്കിൽ അത് മുക്കി പിടിക്കേ. പോട്ടെ, ഇട് ഇട്. ആ, വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഉണ്ടല്ലോ. ഇല്ല, സൈഫൺ പരിപാടി നടക്കണില്ല. അപ്പൊ മാനുവലായിട്ട് കായിന് കോരി കളയണം. മണിക്കൂറുകൾ എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. ഓക്കെ, സൂപ്പർവൈസേഴ്സ് ആണ് അധികം, പണിക്കാരും കുറവാ. 2 പേരെ പണിയാണല്ലോ. പ്രാഞ്ചപ്പൻ ഇങ്ങനെ ആയിരുന്നില്ല. മോട്ടറൊക്കെ ഉണ്ടായിരുന്നു, മോട്ടർ കയറി. അപ്പൊ ഞങ്ങള് മാനുവലിയാണ്. മീനുണ്ട് അതില്. ഞങ്ങള് ഫിറ്റ്നസിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ. ഓക്കെ, മീനുകളുണ്ടോ? അയ്യോ, അതൊക്കെ നിലത്തേക്ക് പോയാ. അതിനെന്ത് ചെയ്യാ നീ പിടിച്ചിട്ട്? ഗൈസ്, നടുപ്പുറം പൊളിഞ്ഞു ഗൈസ്. കടല് വെറ്റിക്കാണ് ഞങ്ങൾ. കടൽ നേരത്തെ കുറച്ച് മാവുകൾ കണ്ടില്ലേ? മൊത്തം 16 വ്യത്യസ്ത തരത്തിലുള്ള മാവുകളുണ്ട്. അത് കുറെ ഉരം വെക്കാത്ത മാവുകളാ, കുറച്ച് ഹൈറ്റ് വെക്കണം. അപ്പൊ അതാണ് നേരത്തെ കണ്ടത്. ഈ ഡ്രമ്മ് മുറിച്ച് അതിൽ വെച്ചേക്കാണ്. അതിലിപ്പോ വളമായിട്ട് ഇട്ടേക്ക ഈ വെള്ളം. ഓക്കെ, നീ മുക്കണത് മുക്കല്ലേ? ഈ ടാങ്ക് പറ്റിണ്ട്. ഇനി 10 മണി പറ്റിക്കാളോ. വെള്ളം കുറച്ചപ്പോ മീനുകളൊക്കെ ആ മൂലയ്ക്ക് നമുക്ക് കാണാം. ഒരു ജെയിൻ ഗൗരാമീനാണ്, വൈറ്റ്. അത്യാവശ്യം വലുപ്പുണ്ട്, കാണുമ്പോണ്ട്. നമുക്ക് ബാക്കി ഇനി പിടിക്കുമ്പോ എത്ര വലുപ്പുണ്ടെന്ന് കാണാം. ഓക്കെ, ഇത് ബഹളം ഉണ്ടാക്കും എന്തെട്ടിയ. ആരൊക്കെ കാല് സൈഡിൽ കൂടെ പോണ്ട്. ആവശ്യമുള്ള കാണിക്കണ്ട. തുറക്കല്ലേ, ഇതല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. പ്രാഞ്ചപ്പൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. തിരക്കായി പ്രാഞ്ചപ്പന്. അത് ചാവില്ല, ചത്ത് ഞാൻ വൃത്തികേറ്റി വെച്ചാവില്ല. ഇടി ഇടി. അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. നമുക്ക് മീനെ കുറച്ച് വലുതാണ്, അപ്പൊ അവൻ പിടി തരുന്നില്ല. കാണിച്ചു തരാട്ടെ വലിപ്പം എത്രയാണ്. മാലാഗ മീൻ നമുക്ക് നാളെ ഫ്രൈ ചെയ്യാം. കണ്ടോ കണ്ടോ കണ്ടോ. ആഹാ, അപ്പൊ അതിന് വരുമല്ലോ. ഉപ്പിണ്ട്, പിന്നെ കാന്തൊരു ഗൗരാമിയ. ഗൗരാമി നമുക്ക് കാണിച്ചു തരാട്ടെ എടുത്തിട്ട്. ഒരു 5-6 കിലോ ഉള്ളതാണ്. 5 കിലോ 5 കിലോ ഫിക്സ്. അപ്പൊ അത് ചാടും. നല്ല ഇടി ഇടിക്കിട്ടാ. എന്നിട്ട് മുള്ളു കേട്ടാന്റെ വൈറ്റ് ഒരു മുള്ളുണ്ടേ. അതായത് ഇത്രയുണ്ട്. ആഹാ, അയ്യോ, ഞാൻ പറയും. ഒരു റോഹുവിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു റോഹു. ഒരു കാർപ്പ്. ഇത്ര വലിപ്പുണ്ട്. ഏകദേശം ഒരു 6-7 കിലോ ആണ് പ്രതീക്ഷിക്കുന്നത്. വേറെ നമ്മോന്തയ്ക്ക് അടി കിട്ടും, അതിങ്ങനെ പിടയ്ക്കും. മൂന്നാമത്തെ
ഇതൊന്നും പിടിക്കാൻ കണ്ണൂര് ചാട് പുറത്തേക്ക് ചാടൂട്ടാ പുറത്തേക്ക് ചാടും വേറെ അത്രയുണ്ട് മീൻ. ടാ അത് നീ ചാടണ്ടാട്ടാ. ഉള്ളിൽ വെച്ച് കാണും. ഇത് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് ഇവിടെ. അത് ഞങ്ങൾ പിടിക്കുമ്പോ തന്നെ അപകടമാണ്. അത് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെൽപ്പര കാരണം. അതാണ് ഇപ്പത്തിന് കിട്ടിയിട്ടുണ്ട്. മേലെ കൈ വെച്ചോ? ഒരു ഞാന് ഏറ്റവും വലുതെന്നാണ്. അവനോട് ചാടി ഇങ്ങോട്ട് പോവാൻ പറയും. ബ്ലാക്ക് ഗൗരാമിണ്ട്. ഇത്ര നേരം കണ്ടത് റോസ് അല്ലേ? ഒരു ബ്ലാക്ക് ഒരുത്തുണ്ട്. അതെങ്ങനെയാ വന്നേന്ന് ഇവിടെ ആർക്കും അറിയില്ല. പക്ഷെ ഒരുത്തുണ്ട് ഇതില്. ഒരുത്തിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് 2-3 ഇഞ്ചുള്ളപ്പോ വാങ്ങിയതാ. അത് ഇത്ര വലുതായി. ഒരെണ്ണം അവിടെ കിടക്കണ്ട്. നല്ല ടാർപ്പായി ഒട്ടാക്കിണ്ട്. ബ്രാലിയും കിട്ടിയിട്ടുണ്ട്. എത്ര കിലോ ഉണ്ടാവും? 400. പോട്ടെ 400 പോട്ടെ. എല്ലാം കൂടിയിട്ടൊരു 6-7 ജെയിൻ ഗൗരാമി, പിന്നെ കുറച്ച് 2-3-4 ബ്രാല്, പിന്നെ പിലോപ്പി, പിന്നെ റോഹു. അത്ര മീനെ കിട്ടിയത്. പരിപാടി കഴിഞ്ഞു. നാളെ ഇതിനെല്ലാം വറുത്തടിക്കും. സക്സസ്.